അനുദിന വിശുദ്ധർ. മാർച്ച് 3. വിശുദ്ധ മാരിനൂസ് രക്തസാക്ഷി. കേസറിയായിൽ സമ്പത്ത് കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും പ്രസിദ്ധനായിരുന്നു മാരിനൂസ്. 272 ഒരു ശതാധിപന്റെ ജോലി ഒഴിവ് വന്നപ്പോൾ മാരിനൂസ് ആ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടായി. അത് മനസ്സിലാക്കിയ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, മാരിനൂസ് ക്രിസ്ത്യാനിയായതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹത്തെ ഈ ജോലിക്ക് നിയമിക്കാനാവുന്നതല്ല. പലസ്തീന ഗവർണർ അക്കിയൂസ് മാരിനൂസിനോട് ചോദിച്ചു, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അതെ. അദ്ദേഹം മറുപടി നൽകി. ആലോചിച്ച് ഉത്തരം പറയൂ. 3 മണിക്കൂർ ആലോചിക്കാൻ സമയം തരാം, ഗവർണർ പ്രതിവദിച്ചു. സ്ഥലത്തെ മെത്രാനായ തെയോഡെക്നൂസ് ഈ വിവരം അറിഞ്ഞ് ന്യായാധിപ സംഘത്തിലെത്തുകയും മാരിനൂസിനെ കൈക്ക് പിടിച്ച് ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അദ്ദേഹം അണിഞ്ഞിരുന്ന ഖഡ്ഗവും ഒരു സുവിശേഷ ഗ്രന്ഥവും കാണിച്ചുകൊണ്ട് ബിഷപ്പ് ചോദിച്ചു, ഇവയിൽ താങ്കൾക്ക് ഏത് വേണം? യാതൊരു സംശയവും കൂടാതെ സുവിശേഷ ഗ്രന്ഥം വാങ്ങാൻ മാരിനൂസ് കൈനീട്ടി. ബിഷപ്പ് പറഞ്ഞു, ദൈവത്തോട് നിരന്തരം ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തിക്കൊള്ളും. താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾക്ക് ലഭിക്കും. സമാധാനത്തിൽ പോയിക്കൊള്ളുക. 3 മണിക്കൂറിന് ശേഷവും വിശുദ്ധൻ തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഗവർണർ കുപിതനായി അദ്ദേഹത്തെ നിരവധി പീഡനങ്ങൾക്ക് വിധേയനാക്കി. ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി.